നമസ്കാരം വിദ്യാർത്ഥികളെ, ഈ വിഷയത്തിൽ നിങ്ങൾ ഓക്സി അസറ്റലിൻ വെൽഡിംഗ് എക്യുപ്മെന്റ്, OAW സെറ്റിംഗ്, ലൈറ്റിംഗ്, ഫ്ലെയിമിന്റെ സെറ്റിംഗ് എന്നിവയെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും: ഓക്സി അസറ്റലൈൻ വെൽഡിംഗ് പ്ലാന്റ് ഘടകങ്ങളെ തിരിച്ചറിയുക. എല്ലാ കമ്പോണന്റുകളും ബന്ധിപ്പിച്ചുകൊണ്ട് ഓക്സി അസറ്റലൈൻ ഗ്യാസ് വെൽഡിംഗ് പ്ലാന്റ് എന്നിവ സജ്ജീകരിക്കുക. എല്ലാ കണക്ഷനുകളിലെയും ഗ്യാസ് ലീക്കേജുകൾ പരിശോധിക്കുക. റെഗുലേറ്ററുകളിൽ ആവശ്യമായ ഗ്യാസ് പ്രഷർ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് OAW-ന് ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും നോക്കാം. വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ PPE, ട്രോളി, ഓക്സിജൻ സിലിണ്ടർ, അസറ്റലൈൻ സിലിണ്ടർ, ഓക്സിജൻ പ്രഷർ റെഗുലേറ്റർ, അസറ്റലൈൻ പ്രഷർ റെഗുലേറ്റർ, ഓക്സിജൻ ഹോസ്, അസറ്റലൈൻ ഹോസ്, സിലിണ്ടർ കീ അല്ലെങ്കിൽ സ്പിൻഡൽ കീ, വെൽഡിംഗ് ടോർച്ച് അല്ലെങ്കിൽ ബ്ലോ പൈപ്പ്, ഫില്ലർ റോഡ്, സ്പാർക്ക് ലൈറ്റർ, നോസിൽ ക്ലീനർ അല്ലെങ്കിൽ ക്വിക്ക് ക്ലീനർ, സ്പാനറുകൾ, സ്ക്രൂ ഡ്രൈവറുകൾ. ഇനി നമുക്ക് പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകൾ നോക്കാം. ക്യാപ്പോടുകൂടി ഓക്സിജന്റെയും അസറ്റിലിന്റെയും സിലിണ്ടറുകൾ വെർട്ടിക്കൽ പൊസിഷനിലേക്ക് ക്യാപ്പുകൾ ചെറുതായി ചെരിച്ചുകൊണ്ട് നീക്കുക. ഓക്സിജന്റെയും അസറ്റലിന്റെയും സിലിണ്ടറുകളുടെ കളർ കറുപ്പും മെറൂണുമാക്കി തിരിച്ചറിയിക്കണം. ഓക്സിജൻ അസറ്റലൈൻ സിലിണ്ടറുകൾ അവയുടെ ഉയരത്താലും ഡയമീറ്ററാലും വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് ഓക്സിജന്റെ ഉയരം കൂടുതലും ഡയമീറ്റർ അസറ്റലിന്റേതിനേക്കാൾ കുറവുമായിരിക്കണം. മുഴുവൻ സിലിണ്ടറുകളും ഉപയോഗത്തിനായി ട്രോളികളിലും ചങ്ങലകളിലും ശരിയായ സ്ഥാനത്താണെന്നും കാലിയായ സിലിണ്ടറുകൾ മാറ്റി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. സിലിണ്ടർ ക്യാപ്പ് നീക്കം ചെയ്യുക. ഒരു കീ ഉപയോഗിച്ച് സിലിണ്ടർ വാൽവ് പരിശോധിക്കുകയും ചെയ്യുക. സിലിണ്ടറുകളിലും റെഗുലേറ്ററുകളിലും എല്ലാ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് വാൽവുകളിലും ത്രെഡുകളും സീറ്റുകളും പരിശോധിക്കുക. നിങ്ങളുടെ കൈകൾ ഗ്രീസ് അല്ലെങ്കിൽ ഓയിൽ എന്നിവയിൽ നിന്ന് മുക്തമാണെന്നും സിലിണ്ടറുകൾ പൊട്ടിക്കുമ്പോൾ വാൽവ് ഔട്ട്ലെറ്റിന് എതിർവശത്ത് നിൽക്കുകയാണെന്നും ഉറപ്പാക്കുക. ഇത് വാൽവിന്റെ സോക്കറ്റുകളിൽ നിന്ന് പൊടിയും അഴുക്കും നീക്കം ചെയ്യാൻ സഹായിക്കും. ബ്ലാക്ക് ഹോസ് ഓക്സിജൻ ലൈനിനും അസറ്റലൈൻ ലൈനിനായി ഒരു മെറൂൺ ഹോസും ഉപയോഗിക്കുക. റെഗുലേറ്റർ അറ്റത്ത് ഹോസ് കണക്ഷൻ അറ്റാച്ച് ചെയ്യുക. ബ്ലോ പൈപ്പ് അറ്റത്ത് ഹോസ് പ്രൊട്ടക്ടറുകൾ ഘടിപ്പിക്കുക. ശരിയായ വലിപ്പമുള്ള ഹോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. ഹോസ് പൈപ്പിനുള്ളിൽ പറ്റിപ്പിടിച്ച പൊടിയോ അഴുക്കോ നീക്കം ചെയ്യുന്നതിനായി ഓക്സിജൻ ഹോസ് പൈപ്പ് ഘടിപ്പിച്ചിരിക്കുന്ന റെഗുലേറ്റർ ഓൺ ആക്കുകയും സ്ക്രൂ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അസറ്റലിൻ പ്രഷർ സജ്ജീകരണത്തിനും ഇതേ പ്രക്രിയയാണ് പിന്തുടരേണ്ടത്. ഒരു സമയത്ത് ഓരോന്നായി ഗ്യാസ് അനുസരിച്ച് റെഗുലേറ്റർ വാൽവ് ശരിയായി തുറന്നുകൊണ്ട് രണ്ട് ഹോസുകളും ശുദ്ധീകരിക്കുകയും ടോർച്ച് ഹാൻഡിൽ പരിശോധിക്കുകയും ചെയ്യുക. ഹോസ് പൈപ്പിന്റെ മറ്റേ അറ്റം ബ്ലോ പൈപ്പ് ഇൻലെറ്റുകളിൽ ഘടിപ്പിക്കണം. ഇനി നമുക്ക് ടോർച്ച് എങ്ങനെ കത്തിക്കാമെന്നും ഫ്ലെയിം എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും നോക്കാം. ബ്ലോ പൈപ്പിൽ നിന്നുള്ള വാതകം റബ്ബർ ഹോസിലേക്ക് മടങ്ങുന്നത് തടയുന്ന ഹോസ് പ്രൊട്ടക്ടറുകൾ ബ്ലോ പൈപ്പിന്റെ അറ്റത്ത് ഉറപ്പിക്കുക. പറഞ്ഞിരിക്കുന്ന സൈസ് നോസിൽ നമ്പർ 3 അറ്റാച്ച് ചെയ്യുകയും ഓക്സിജന്റെ ഗ്യാസ് പ്രഷർ 1.5 kg/cm² ആയും അസറ്റലൈൻ 1 kg/cm² ആയും സെറ്റ് ചെയ്യുക. അസറ്റലൈൻ കൺട്രോൾ വാൽവ് തുറന്ന് ബ്ലോ പൈപ്പ് ഓണാക്കി ഒരു സ്പാർക്ക് ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുക. തീയുടെ മറ്റുറവിടങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക.
അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ കാരണം കറുത്ത പുകയുണ്ടാകും. നിങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അകത്തി തുറസായ സ്ഥലത്ത് സുരക്ഷിതമായ ദിശയിലേക്ക് ബ്ലോ പൈപ്പ് ചൂണ്ടി കറുത്ത പുക അപ്രത്യക്ഷമാകുന്നതുവരെ അസറ്റിലിൻ വർദ്ധിപ്പിക്കുക. ജ്വാല നിരീക്ഷിച്ച് ഓക്സിജൻ കൺട്രോൾ വാൽവ് തുറന്ന് ഓക്സിജൻ ചേർക്കുക. അതിലൂടെ നോസിലിന്റെ അഗ്രഭാഗത്തൊരു വെളുത്ത കോൺ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വെളുത്ത കോൺ വ്യക്തവും വൃത്താകൃതി ഉള്ളതുമാകാൻ ന്യൂട്രൽ ജ്വാലയിൽ ആവശ്യത്തിന് ഓക്സിജൻ ചേർക്കുക. ഓക്സിഡൈസിംഗ് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ന്യൂട്രൽ ഫ്ലെയിമിൽ നിന്നും അസറ്റിലിൻ ഫ്ലോ കുറയ്ക്കുക. അപ്പോൾ വെളുത്ത കോൺ ചെറുതായും ഷാർപ്പായും കാണപ്പെടും. അതൊരു ഹിസ്സിംഗ് സൗണ്ട് ഉണ്ടാക്കും. കാർബറൈസിംഗ് ജ്വാല ക്രമീകരിക്കുന്നതിന് ജ്വാലയെ ന്യൂട്രലായി ക്രമീകരിക്കുക. തുടർന്ന് അസറ്റിലിൻ ചേർക്കുക. ഒരു വെളുത്ത കോൺ തൂവലുകൾ പോലെയുള്ള ഭാഗത്താൽ നീളമുള്ളതായി തീരുകയും നിശബ്ദമായി കത്തുകയും ചെയ്യും. വെൽഡിംഗിൽ ബ്ലോ പൈപ്പിന്റെ തുടർച്ചയായ ഉപയോഗത്തിന് ശേഷം നോസിൽ ചിലപ്പോൾ മെറ്റൽ പാർട്ടിക്കിളുകളാലോ സ്പാർട്ടറുകളാലോ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ടോർച്ച് കത്തിക്കുന്നതിൻ്റെയും തീജ്വാലയുടെ ക്രമീകരണത്തിൻ്റെയും വെൽഡിംഗ് പ്രക്രിയ നോക്കാം. തീജ്വാല കെടുത്താൻ ആദ്യം അസറ്റിലിൻ കൺട്രോൾ വാൽവും പിന്നീട് ഓക്സിജൻ കൺട്രോൾ വാൽവും അടയ്ക്കുക. ജോലിയുടെ അവസാനത്തിൽ താഴെ നൽകിയിരിക്കുന്ന ക്രമത്തിൽ പ്ലാന്റ് അടയ്ക്കുക. അസറ്റിലിൻ സിലിണ്ടർ വാൽവും തുടർന്ന് ഓക്സിജൻ സിലിണ്ടർ വാൽവും അടയ്ക്കുക. ബ്ലോ പൈപ്പ് അസറ്റിലിൻ വാൽവ് തുറന്ന് ബ്ലോ പൈപ്പ് ഓക്സിജൻ വാൽവിനുള്ള അതേ നടപടിക്രമം പാലിച്ച് എല്ലാ പ്രഷറും റിലീസ് ചെയ്യുക. റെഗുലേറ്ററുകളിലുള്ള 2 പ്രഷർ ഗേജസും 0 ആയിരിക്കണം. സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് അസറ്റിലിൻ റെഗുലേറ്റർ പ്രഷർ റിലീസ് ചെയ്യുക. ഓക്സിജനും ഇതേ നടപടിക്രമം പാലിക്കുക. അസറ്റിലിന്റെയും ഓക്സിജന്റെയും ബ്ലോ പൈപ്പ് വാൽവുകൾ യഥാക്രമം അടയ്ക്കുക. ഈ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചതെന്ന് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്സി അസറ്റലിൻ വെൽഡിംഗ് പ്ലാന്റ് കമ്പോണൻസ് തിരിച്ചറിയുക. എല്ലാ ഘടകങ്ങളും ബന്ധിപ്പിച്ച് ഓക്സി അസറ്റലിൻ ഗ്യാസ് വെൽഡിംഗ് പ്ലാന്റ് സ്ഥാപിക്കുന്നു. എല്ലാ കണക്ഷനുകളിലും ഗ്യാസ് ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. റെഗുലേറ്ററുകളിൽ ആവശ്യമായ ഗ്യാസ് പ്രഷർ സെറ്റ് ചെയ്യുക. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.